മോളിവുഡ് ബോക്സ് ഓഫീസിൽ മറ്റൊരു എതിരാളിയൊന്നും ഇല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. തിയേറ്ററുകളെ ജനസാഗരമാക്കി മാറ്റിയ ദൃശ്യം 3 ഇതിനോടകം 200 കോടിയിലേറെ സ്വന്തമാക്കിക്കഴിഞ്ഞു. മലയാളത്തിലെ 5ാമത്തെയും മോഹൻലാലിന്റെ കരിയറിലെ 3ാമത്തെയും 200 കോടി ചിത്രമാണ് ദൃശ്യം 3. മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സ്വന്തം പേരിലുള്ള താരം കൂടിയാണ് മോഹൻലാൽ. മറ്റുള്ള ഇൻഡസ്ട്രികൾ 100-200 കോടി കളക്ഷൻ നേടുമ്പോൾ മലയാളത്തിന് മാത്രം ഇതൊന്നും സാധിക്കില്ലെന്ന ധാരണ പലർക്കുമുണ്ടായിരുന്നു. അതിനെ തിരുത്തിയത് മോഹൻലാൽ. മോളിവുഡിലെ ആദ്യത്തെ 50-100-150 കോടി ക്ലബ്ബുകൾ പിറന്നത് മോഹൻലാലിലൂടെയാണ്. ഇതിനു പുറമെ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗും ഏറ്റവും വേഗത്തിൽ 100-200 കോടി നേടിയതും മോഹൻലാൽ ചിത്രത്തിലൂടെയാണ്. ദൃശ്യം 3 200 കോടി നേടിയതോടെ അപൂർവ റെക്കോർഡ് മോഹൻലാൽ തന്റെ പേരിലാക്കി. ഏറ്റവും കൂടുതൽ 200 കോടി ചിത്രങ്ങളുള്ള സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിൽ മോഹൻലാലും ഇടം പിടിച്ചു. തമിഴിൽ ഏറ്റവുമധികം 200 കോടി ചിത്രങ്ങളുള്ളത് വിജയ്ക്കും രജനിക്കുമാണ്. വിജയുടേതായി 8 200 കോടി ചിത്രങ്ങളുള്ളപ്പോൾ രജനിയുടെ 9 സിനിമകൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിൽ 3 സിനിമകളുമായി മോഹൻലാലും തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നുള്ള ഒരേയൊരു താരവും മോഹൻലാലാണ്. കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് കോമ്പറ്റീഷൻ കൊടുക്കാന് ഒരൊറ്റ താരം പോലുമില്ലാത്ത അവസ്ഥയാണ്. പല താരങ്ങളും 100 കോടി ക്ലബിൽ പോലും ഇതുവരെ ഇടം പിടിക്കാതിരിക്കുമ്പോഴാണ് മോഹൻലാൽ 3 വട്ടം 200 കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്തുന്നത്. മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ലഭിക്കുമ്പോൾ മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ കാണാനാകുമെന്നാണ് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റായ വാഴ 2ന്റെ കേരള കളക്ഷനും ലോകയുടെ വേൾഡ് വൈഡ് കളക്ഷനും ദൃശ്യം 3ക്ക് മറികടക്കാനാകുമോ എന്നാണ് പുതിയ ചർച്ച. ബലിപെരുന്നാൾ അവധിയും മറ്റ് സിനിമകൾ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തതും ദൃശ്യം 3ക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. തരുണമൂർത്തിയുമായി ഒന്നിക്കുന്ന അതിമനോഹരവും ഈ വിജയം ആവർത്തിക്കുമെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് സിനിമയും റിലീസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും സിനിമ ഇഷ്ടമായ നിലയിൽ ഒരുപാട് സന്തോഷം. ഈ സിനിമ വേൾഡ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. മനോരമ. ആൻഡ് എനിക്ക് സ്പെഷ്യൽ നന്ദി. ലീന, എൻ്റെ ഫാമിലി.